കിരൺ, എന്തൊരു ഷോട്ടായിരുന്നു അത്? ബേബ്, ദാറ്റ്സ് മൈ ഫേവറേറ്റ് ഷോട്ട്. ഓ യെസ്, ദുരന്തോ എക്സ്പ്രസ് ഷോട്ട് എന്നാ പറയുന്നത്. എന്റെ ഫാൻസിനെ ഫേവറേറ്റാ. അത് ശരി. ഹായ് മല്ലിക ബേബി. Why, കിരൺ? കൂടെയാ? ഇന്നത്തെ ഡേറ്റിംഗ് സോഫിയുടെ കൂടെയാ. സോ സോറി. യെസ് ഡാർലിംഗ്, ഐ ആം സോ ലക്കി. 1 second girls, I will be back. ഓക്കേ. Hello. Yeah. കൂടുതൽ സ്റ്റൈൽ കാണിക്കല്ലേ. ഇറ്റ്സ് ജസ്റ്റ് 1 day. ഷട്ട് അപ്പ്. എന്തു പറ്റി ഡാർലിംഗ്? നിനക്ക് ജലസി തോന്നുന്നുണ്ടോ? Whatever. Okay, I will be coming. I'm so sorry girls. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഒരാൾ ഡേറ്റിന് വിളിച്ചിരിക്കുക, അതും പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ക്യാൻസൽ. വി വിൽ മീറ്റ് ടുമോറോ. എന്താ പറയാ, ബാഡ് ലക്ക്. സീ യു, ടേക്ക് കെയർ. പ്രകാശ, സുകുമാര, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ക്രിക്കറ്റ് കിരൺ നമ്പ്യ. സാറേ, സാറിന്റെ കൂടെ നിന്ന് ഞാനൊരു സെൽഫി എടുത്തോട്ടെ? എന്തോറ്റി മാഡം, നിങ്ങൾക്ക് സെൽഫി ഒന്നും വേണ്ടേ? എനിക്ക് ആവശ്യമില്ല മിസ്റ്റർ കിരൺ. ഞാനിവിടെ നിങ്ങളെ വിളിപ്പിച്ചത് നിങ്ങളുടെ സ്റ്റാർ സ്റ്റാറ്റസ് തെളിയിക്കാനോ മികവ് തെളിയിക്കാനോ ഒന്നും അല്ല. അതുമാത്രമല്ല, കുറച്ചു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഈ മികവൊക്കെ നഷ്ടപ്പെടാൻ പോവും. നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ ഒരു പെൺകുട്ടി നിങ്ങൾക്കെതിരായി അവളോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് തന്നിരിക്കുകയാണെന്ന്. കാരണം ഇത് മോളിസ്റ്റേഷനാണ്. വാട്ട്? മോളിസ്റ്റേഷൻ? ആരാ പെൺകുട്ടി? അതാ ആ നിൽക്കുന്നതാ. അല്ല, ഇവളെ എവിടെയോ കണ്ട പോലെ. പക്ഷെ എവിടെയാ? ഇതാ, ഈ കാശ് നീ വച്ചോ, നിന്റെ ട്രീറ്റ്മെന്റിന് ഉപകരിക്കും. ഇപ്പൊ മനസ്സിലായി, ഇവൾ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതായിരിക്കും. ഞാൻ കൊടുത്ത പണം ഇവൾക്ക് മതിയായി കാണില്ല. ഇത് കുറച്ച് കടന്നുപോയില്ലേ? നിന്നെ പോലുള്ളവർക്ക് ഇതൊട്ടും കൂടുതലല്ല. ഈ ചെറിയ കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ? നിനക്കിത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചത് ഒരു വലിയ കാര്യമാണ്. നീ എന്തിനെങ്ങനെ ചെയ്യുന്നേ? നിന്നെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ. പാഠമോ? അയ്യോ, പാഠം പഠിപ്പിക്കാനാണെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ മാസ്റ്റർ ആയാ പോരായിരുന്നോ? ഈ പോലീസ് സ്റ്റേഷൻ വരേണ്ട കാര്യം എന്തായിരുന്നു? നിന്നെ ഇവിടുത്തെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ വേണ്ടി തന്നെ. ഓ, കിരൺ നമ്പ്യാർക്ക് ഭീഷണി? അല്ല, ഇത്രമാത്രം ധൈര്യമുണ്ടോ നിനക്ക്? നീതിക്ക് വേണ്ടി പോരാടുമ്പോഴൊക്കെ എനിക്ക് ധൈര്യവും കരുത്തും എപ്പോഴും കൂടുതലായിരിക്കും. നീതി മൈ ഫുഡ്. പക്ഷെ നിന്നെ കണ്ടാ പറയേയില്ല നീ ഇത്രയും വലിയ അഭിനേത്രിയാണെന്ന്. ശരി, ഒരു കാര്യം ചെയ്യാം. ഇനി പറയാം, എത്ര കാശ് വേണോന്ന്? നീ എനിക്ക് കൈക്കൂലി തരാനാണോ ശ്രമിക്കുന്നത്? കൈക്കൂലി, GST, സർവീസ് ടാക്സ്, ഇൻകം ടാക്സ്, എന്ത് വേണമെങ്കിലും വിളിച്ചോ. നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ നേരെ ചൊവ്വങ്ങ് പറഞ്ഞ പോരായിരുന്നോ? നീ കാരണം വളരെ ഇമ്പോർട്ടന്റ് ഡേറ്റ് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ശരിയല്ല നീ ചെയ്തേ? വളരെ ശരിയാ നീ ചെയ്തത്. കാരണം നിന്നെ പോലെ ഒരു വൃത്തികെട്ടവന് ഈ ഭാഷയിലും ഈ രീതിയിലും പറഞ്ഞാലേ മനസ്സിലാവും. കിരൺ നമ്പ്യാരെ നീ ഇൻസൾട്ട് ചെയ്യുന്നേ? കാരണം നീ അർഹിക്കുന്നത് ഇതാണ്. Do you know a limit? Otherwise what? എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? എന്നെ നീ വരട്ടാൻ നോക്ക, അതും ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത്. ഒരു മിനിറ്റ്, ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഇത് പോലീസ് സ്റ്റേഷനാണ്. പിന്നെ മിസ്റ്റർ കിരൺ, നിങ്ങൾക്കെതിരെ ഇവിടെ ചാർജ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ മാം, ഈ പെണ്ണ് കള്ളം പറയാ. ഇവൾക്ക് അപകടം ഉണ്ടായ സമയം എന്റെ വണ്ടി എന്റെ ഡ്രൈവറാ ഓടിച്ചിരുന്നത്. ഞാൻ ഇവൾക്ക് ചികിത്സക്കായി പണവും കൊടുത്തിയാ, റൈറ്റ്? തന്നില്ലേ? ഇപ്പൊ ഇവൾക്ക് കൂടുതൽ പണം വേണം, അതിനായി കള്ളക്കേസ് ഉണ്ടാക്കുന്നേ. 1 second. ഇനി ഇവളെന്നെ പോലീസ് സ്റ്റേഷനിൽ വരുത്തിയത് ഞാനുമായി സെൽഫി എടുക്കാൻ വേണ്ടിയാണോ? Do you want a selfie with me? നിന്റെ കയ്യിൽ ഫോണുണ്ടോ? ടേക്ക് എ സെൽഫി. എന്താ ഇത് സത്യമാണോ? ഇവിടെ പരാതി തന്നില്ലേ? ആ പെൺകുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കി ഇയാൾ ചെയ്തത് എന്താന്ന്. വാട്ട്? ഞാൻ കരുതി നീ ആ കംപ്ലൈന്റ് കൊടുത്തേന്ന്. ശരിയാ, കംപ്ലൈന്റ് തന്നത് ഇവര് തന്നെയാ. പക്ഷേ അത് ആ പെൺകുട്ടിക്ക് വേണ്ടിയാ. ഹായ് സ്വീറ്റി, നീ എന്താ ഇവിടെ ഈ സ്ഥലത്ത്? നിനക്ക് നന്നായി അറിയാലോ അല്ലേ, നിന്നെ ഇവിടെ കണ്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലാന്ന്. You know, we had such a beautiful moments together and those moments are so precious for me. മാഡം, അത് കണ്ടില്ലേ? ഇവിടെയും അവൻ ആ സ്വഭാവം തന്നെ കാണിക്കുന്നത്. അവളോട് ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത്. മാഡം എന്തോ ഒന്ന് മതിയാക്ക്. എന്തിനും ഒരു പരിധിയില്ലേ?
ഇൻസ്പെക്ടർ സർ, ഇപ്പൊ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് ആ ലോക്കപ്പിൽ അടയ്ക്കണം സർ. ഹലോ കിരൺ, നീ എവിടെയാ? യു ആർ ലേറ്റ്. ചേട്ടാ, ഞാൻ പോലീസ് സ്റ്റേഷനിലാ. പോലീസ് സ്റ്റേഷൻ? നീ എന്താ അവിടെ? റിലാക്സ് ചേട്ടാ, നീ എന്നെ കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ നോക്കിക്കോളാം. ഞാൻ കുട്ടിയൊന്നും അല്ലല്ലോ. ശരി, ഐ വിൽ കോൾ യു ബാക്ക്. ബൈ. സാനിയ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവന്റെ മുഖത്ത് നോക്കി 2 വർത്താനം പറ. നീ മറന്നുപോയോ ഇവൻ നിന്നോട് എങ്ങനെയൊക്കെയാ പെരുമാറിയതെന്ന്? അതെല്ലാം ഇൻസ്പെക്ടറിനോട് പറയും. തുറന്നു പറയും. ഇൻസ്പെക്ടർ, ആക്ച്വലി അങ്ങനെയൊന്നും തന്നെയില്ല. അത് ഞാനും കരണും തമ്മില് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. അതും ഡേറ്റിന് ഞങ്ങൾ എവിടെ പോണം എന്നതിനെ ചൊല്ലിയാ. എല്ലാ ബോയ്ഫ്രണ്ട്സും ഗേൾഫ്രണ്ട്സും ഇങ്ങനെ വഴക്കുണ്ടാക്കുമല്ലോ. എക്സാക്ട്ലി അങ്ങനെ തന്നെ. പിന്നെ ഇവളുടെ കാര്യം, ഇവളെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാ. ഇവളെന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ ഫോഴ്സ്ഫുള്ളി കംപ്ലൈന്റ് ചെയ്യാൻ കൊണ്ടുവന്നു. എനിക്കറിയില്ല കിരണിനെ പോലെ ഇത്രയും ഡാഷിംഗ് ആയ പയ്യനോട് ഇവൾക്ക് എന്താ ഇത്ര ശത്രുതയെന്ന്. സോറി ബേബി, ഞാൻ കാരണം നിനക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. Absolutely no worries, baby. No worries. ഇൻസ്പെക്ടർ, ഇനി എനിക്ക് പോകാലോ അല്ലേ? എനിക്ക് ഈ ജലസ് ആൻഡ് ക്രേസി പെണ്ണുങ്ങളുടെ കാര്യം കേൾക്കാൻ നേരമില്ല. ഐ എം സോറി മിസ്റ്റർ കിരൺ നമ്പ്യാർ. വേണമെങ്കിൽ ഞങ്ങളുടെ ജീപ്പിൽ നിങ്ങളെ ഡ്രോപ്പ് No, ചെയ്തേക്കാം. no, I am fine. എന്റെ കൂടെ എന്റെ സെക്രട്ടറി ഉണ്ട്. And my car is waiting outside. Shall we? ഇൻസ്പെക്ടർ സർ, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഞാൻ കാണുമ്പോ ഈ പെൺകുട്ടി പൊട്ടിക്കരയായിരുന്നു. കിരൺ അവളോട് അപമര്യാദയെ പെരുമാറിയെന്ന് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ശരിക്കും ഞാൻ അവളെ ഹെൽപ്പ്. നോക്കൂ, നിങ്ങൾ മിസ്റ്റർ കിരൺ നമ്പ്യാരിൽ നിന്ന് അകന്നു നിൽക്കൂ. അയാളൊരു യൂത്ത് ഐക്കണാണ്. പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ അയാളുടെ പുറകെ നടക്കുക. അയാള് പ്രസ് കോൺഫറൻസ് വിളിക്കാത്തത് നന്നായി. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് പ്രശ്നമാകുമായിരുന്നു. നിങ്ങൾ കള്ളക്കേസ് കൊടുത്തുവെന്നും പറഞ്ഞ് അയാള് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, എന്താ സംഭവിക്കാന്നറിയോ? ഞങ്ങൾ തന്നെ നിങ്ങളെ പിടിച്ച് അഴിക്കുള്ളിലാക്കേണ്ടി വരുമായിരുന്നു. അറിയാമോ? ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. അവൻ എന്തൊരു വൃത്തികെട്ടവനാ. ഇത്രയും അഹങ്കാരമുള്ളവരുണ്ടോ? സംസ്കാരം ഇല്ലാത്തവൻ. അവൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കൊച്ചിയിലെ മഹാരാജാവാണെന്നാണോ? എന്ത് തോന്നിയാസം കാണിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള തെന്നി വീഴാൻ പോയ പോലെ നീ നന്നായി ആക്ട് ചെയ്യുന്നുണ്ട്. നിന്നെ പോലുള്ള സൈക്കോ പെൺകുട്ടികളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻഫാക്ട് എനിക്ക് ഡാൻസ് കളിക്കുന്ന, പിന്നെ പാട്ട് പാടുന്ന, എന്തിന് ചൂളം വിളിക്കുന്ന പെമ്പിളാരെ വരെ അറിയാം. എന്റെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി അവർക്ക് എന്റെ അടുത്ത് വരാനായിട്ട്. നീ എന്നോട് ഇതുപോലെ പൊട്ടത്തരം പറയല്ലേ. ഇവിടെ നനഞ്ഞു കിടന്നതുകൊണ്ട് ഞാൻ തെന്നിപ്പോയതാ. ഓ റിയലി? താറ നനഞ്ഞു കിടക്കായിരുന്നു, ഞാൻ തെന്നിപ്പോയിന്നോ? ഒത്തിരി ഇന്നസെന്റ് ആവാൻ നീ നോക്കണ്ട കേട്ടോ. നിന്റെ ആദ്യ സ്റ്റെപ്പ് കണ്ട് ഞാൻ അല്പം കൺഫ്യൂസ് ആയിരുന്നു. പക്ഷെ നിന്റെ അടുത്ത സ്റ്റെപ്പ് കണ്ടപ്പോ നിന്റെ കള്ളം എനിക്ക് മനസ്സിലായി. കള്ളോ? ഞാൻ എന്ത് കള്ളം പറഞ്ഞു? ഈ പെമ്പിളർ എന്റെ പാർട്ടിയിൽ വരാറുണ്ട്, ഇൻവിറ്റേഷൻ ഇല്ലാതെ. പക്ഷെ നീ എന്റെ വണ്ടിക്കുള്ളിൽ കയറി, അതും പെർമിഷൻ ഇല്ലാതെ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് അതായത് എന്റെ ലൈഫിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് ഷോക്ക് തരും. അപ്പൊ ഞാൻ ഞെട്ടി അവരെ ഒന്ന് നോട്ടീസ് ചെയ്യണം. ഇന്ന് നീയും അത് തന്നെ ചെയ്തേ, എന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച്. അതായത് ഞാൻ നിന്നെ നോട്ടീസ് ചെയ്യണം. നിന്നെ പോലൊരു പെണ്ണിന്റെ ലൈഫിൽ കടന്നു കയറുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് നിനക്ക് തേർഡ് സ്റ്റെപ്പിന്റെ രഹസ്യം എന്താണെന്ന് അറിയണമെന്ന്. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ നിനക്ക്? എന്റെ വീട്ടിൽ കയറി പറ്റുക. പക്ഷെ നീ അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. കാരണം ഞാൻ ഓൾറെഡി 5 പെണ്ണുങ്ങളെ ജയിലിൽ കയറ്റിയതാണ്. സോ എന്നിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും ദൂരം പാലിച്ചോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ നീ ഉദ്ദേശിക്കുന്ന പോലത്തെ പെണ്ണല്ല. അതുകൊണ്ട് എന്നോട് ഈ വേഷം കെട്ട് വേണ്ട. പിന്നെ നീ അത്ര വലിയ ഹാൻസം ഹീറോ ആണോ? കാണുന്ന പെൺപിള്ളേരെല്ലാം നിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൂടാ? എനിക്കാണ് ഈ ഹാൻസം പയ്യന്മാരെ കാണുന്നത് തന്നെ വെറുപ്പായി. റിയലി?
നിനക്ക് തന്നെ തോന്നില്ല നീ സ്വയം കോൺട്രഡിക്റ്റ് ചെയ്യാണെന്ന്? പിന്നെ നിന്നെ പോലുള്ള പെമ്പിള്ളാരെ ഒത്തിരി കൺഫ്യൂസ് ആവാനും പാടില്ല. അവരറിഞ്ഞേ പറ്റൂ അവർക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്ന്. പിന്നൊരു കാര്യം കൂടി, ഞാൻ ഹാൻസം ആണ്. ആ പിന്നെ തോന്നിയാസം ഞാനല്ല, നീയാ കാണിക്കുന്നത്. നൗ ലിസൺ ടു മീ. ഇനി നീ എന്റെ അടുത്ത് വരാൻ ശ്രമിക്കുക പോലും ചെയ്യരുത്. സാനിയ, പോവാം ബേബി. നീ എന്താ നിന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഒരുപാടങ്ങ് അഹങ്കരിക്കല്ലേ. ഞാൻ നിന്റെ പുറകെ വന്നതൊന്നുമല്ല. ഞാൻ സൈക്കോയും അല്ല. താൻ എന്താ വലിയ റോമിയാണോ കാണുന്ന പെമ്പിള്ളേരൊക്കെ തന്റെ പുറകെ കൂടാൻ? അങ്ങനെ ചിലരുണ്ടാവും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട, മനസ്സിലായോ? അത് നീ മറക്കണ്ട. വൃത്തികെട്ടവനെ! സർള, നീ ഇപ്പോഴും എന്തിനാ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ദേഷ്യം നീ ആ പെണ്ണിനെ പേടിപ്പിക്കാനാണെങ്കിൽ നീ അത് പണ്ടേ ചെയ്തു കഴിഞ്ഞില്ലേ? അമ്മ, എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. അതെ, നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? അവർ നിന്റെ സ്വന്തം മക്കളല്ല, മറ്റാരുടെയോ മക്കളാണ് മോളെ. വേറെ ഏതോ പട്ടണത്തിൽ പഠിച്ചു വളർന്നവർ. അവരുടെ സംസ്കാരം വേറെയാണ്. അപ്പോൾ നീ അവരെ നിന്റെ സ്വന്തം മക്കളെ പോലെ ശാസിച്ചാൽ പിന്നെ അതെങ്ങനെ ശരിയാവും? ഇനി നീ ആ ഇളയ പെൺകുട്ടിയെ പ്രിയയുമായി നോക്കുമ്പോൾ അതെങ്ങനെ ശരിയാവാനാ മോളെ? അമ്മ പറയുന്നത് ശരിയായിരിക്കാം. എന്തുകൊണ്ടാന്നറിയില്ല, ഞാൻ എല്ലാ കുഞ്ഞുങ്ങളിലും എന്റെ ബുൾബുളിനെയും പ്രിയയും തിരയുന്നതെന്ന്. ഞാൻ ഇത്രയും കടുപ്പിച്ച് അവളോട് സംസാരിച്ചത് ശരിയായില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ദേഷ്യം വന്നിരുന്നു. ആ തനുവിന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ദേഷ്യം വന്നു. അമ്മയ്ക്കറിയോ തനു പ്രിയെ ഉപദ്രവിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്? അവളെ കൊല്ലാൻ വരെ ശ്രമിച്ചു. എത്ര പ്രാവശ്യം. ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുതായിരുന്നു അമ്മേ. ഞാൻ പോയി അവളോട് ക്ഷമ ചോദിച്ചേക്കാം. ഇപ്പഴാ നിനക്ക് ബോധം വന്നതല്ലേ? ആ, ഞാൻ നിന്നോട് സംസാരിക്കാൻ വരികയായിരുന്നു. അത് കൊള്ളാം. എന്നോട് സംസാരിക്കാൻ വരുമായിരുന്നോ? നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ രാവിലെ തന്നെ പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. Got it? Who are you? നിങ്ങൾ ആരാ? നിങ്ങൾ ആരെന്ന് നിങ്ങളുടെ വിചാരം? എന്റെ അമ്മയാണോ നിങ്ങള്? നിങ്ങളെപ്പോലുള്ള അമ്മമാര് കാരണം എനിക്ക് ലോകത്തിലെ എല്ലാ അമ്മമാരോടും വെറുപ്പാണ്. സോറി, കറക്ഷൻ. എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് എന്റെ അമ്മയോടാണ്. പിന്നെ ലോകത്തിലെ മറ്റെല്ലാ അമ്മമാരോടും ഐ ഹേറ്റ്. ഇതിൽ നിങ്ങൾ എന്തായാലും പെടും. ഇത് വെള്ളമല്ല, ഇത് എന്റെ കഫ്സിറപ്പാണ്. ഇത് മുതിർന്നവർക്കുള്ളതാ, കുട്ടികൾക്കുള്ളതല്ല. ആരെ പറഞ്ഞു ഞാൻ കുട്ടിയാണെന്ന്? എന്റെ മദ്യം കലർന്ന കഫ്സിറപ്പ് തലക്ക് പിടിച്ചതാ. മോളെ നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മുറിയിലേക്ക് പോയിക്കോ. കുറച്ചു നേരം ഉറങ്ങ്, പിന്നെ സംസാരിക്കാം. ഇല്ല മുത്തശ്ശേ, നിങ്ങളെ പോലുള്ള സ്ത്രീകൾ കാരണം മക്കൾക്ക് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതാ കാരണം. നിങ്ങളുടെ ആ മകളില്ലായിരുന്നോ? എന്താ അവളുടെ പേര്? ആ, ബുൾബുൾ നിങ്ങളെ വിട്ടിട്ട് പോയില്ലേ? നിങ്ങൾ ഇതുപോലെ അവളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. മടുത്ത് പോയി കാണും അവള്. ഇതായിരുന്നു കാരണം. നിങ്ങളുടെ മറ്റേ മോളുണ്ടല്ലോ, എന്റെ റോക്സർ അബിയുടെ വൈഫ്. അവളുടെ പേരെന്താ? പ്രിയയോട് നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കാണിച്ചത് അല്ലേ? ഞാൻ കേട്ടത് നിങ്ങളോട് അവളെ സംസാരിക്കത്ത പോലും ഇല്ലെന്നാ. നന്നായി പോയി. അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. തീർച്ചയായും നിങ്ങൾക്ക് അത് തന്നെ വേണം. ചേച്ചി, ഞാൻ ഇവളെ അടിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ നിന്റെ അനിയത്തി എന്ത് തെമ്മാടിയാ. അവൾ ഈ പറഞ്ഞതിന് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിക്കാനാകില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കോ. ഓഹോ, നീ എന്താ ഈ പറയുന്നേ? സമയം നോക്കി, എത്ര മണിയായിന്ന്? ഈ സമയത്ത് ഈ രണ്ട് പെൺകുട്ടികൾ തനിയെ എങ്ങോട്ട് പോകും? രാത്രി ഇവിടെ കിടന്ന് രാവിലെ പോയിക്കോട്ടെ. ശരി, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ വൈകുന്നേരം വരെ സമയം തരുന്നു. പക്ഷെ നാളെ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് താമസിക്കാൻ വേറെ ഇടം നോക്കിക്കോ. എന്നിട്ട് നിങ്ങളുടെ സാധനങ്ങൾ എടുത്ത് ഇവിടുന്ന് ഇറങ്ങിക്കോണം.
ഐ എം സോറി മോളെ. ഇന്നലെ നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ എനിക്ക് തോന്നി, പക്ഷെ എനിക്ക് പറ്റില്ലെന്നാ തോന്നുന്നേ. എനിക്ക് ഇത്രയൊന്നും സഹിക്കാൻ പറ്റില്ല മോളെ. എന്നോട് ക്ഷമിച്ചേക്കൂ. ചേച്ചി കണ്ടോ എന്നെ എങ്ങനെ സ്ലാപ്പ് ചെയ്തിട്ട് പോയെന്ന്? എനിക്ക് അഹങ്കാരം പിടിച്ച ആന്റിയെ ഒട്ടും പിടിക്കുന്നില്ല. നീ എന്താ ചെയ്തേ? എന്താ ഇവിടെ ഉണ്ടായത്? നോക്ക് ചേച്ചി, ഈ ലോകത്തില് 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ആദ്യത്തേതാണ് അക്രമികള്. അവരെന്ത് കാര്യത്തിനും അറ്റാക്ക് ചെയ്യും. രണ്ടാമത്തെ കൂട്ടരാണ് ഭീരുക്കൾ, അതായത് ലൂസേഴ്സ്. ഞാൻ അതല്ല ചേച്ചി. ഇനി എന്നോട് വഴക്കിടാനെങ്ങാണ് അവര് വന്നാൽ ഞാൻ അവരെ പാഠം പഠിപ്പിക്കും. ലൈഫിൽ ഇത്രയും ഗട്സ് എങ്കിലും വേണ്ട ചേച്ചി. ഒരു മിനിറ്റ് സൃഷ്ടി. ഗട്സ് എന്ന് പറഞ്ഞാ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യരുത് നല്ല അർത്ഥം. എന്ത് റെസ്പെക്ട്? എന്തിന്റെ റെസ്പെക്ട്? ഞാൻ എന്റെ അമ്മയെ പോലും റെസ്പെക്ട് ചെയ്യാറില്ല, പിന്നല്ലേ ഇവരെ റെസ്പെക്ട് ചെയ്യുന്നത്? പിന്നെ ലോകത്തിലെ അമ്മമാരെല്ലാം ഉണ്ടല്ലോ, ദുഷ്ടകളാണ് ദുഷ്ടകള്. അതുകൊണ്ടാ പപ്പ നമ്മളെ അമ്മയിൽ നിന്ന് അകറ്റി നിർത്തിയത്. യു നോ വാട്ട്? എന്റെ അമ്മയാകട്ടെ വേറെ ആരുടെങ്കിലും അമ്മ ആവട്ടെ, ഈ അമ്മ എന്ന പേരുള്ള കൂട്ടർക്ക് ഉണ്ടല്ലോ ജീവിതത്തിന് ഭരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എത്ര മാത്രം ഈ വായാടിയെ വെറുക്കുന്നുണ്ടോ അത്ര മാത്രം എനിക്ക് എന്റെ അമ്മയെ വെറുപ്പാണ്. നന്നായി നമ്മുടെ ലൈഫിൽ അമ്മ ഇല്ലാത്തത്. ഓക്കേ ഓക്കേ, ഒന്ന് മിണ്ടാതിരിക്കെ. നീ എന്താ ഈ വിളിച്ചു കോന്നേന്നൊന്ന് ആലോചിക്കുന്നത്. നമ്മുടെ വീടല്ല. റിലാക്സ്. ഓക്കേ, ഇവളെ നയത്തിൽ പിന്തിരിപ്പിച്ചേ പറ്റൂ. പിന്നെയും ആന്റിയായിട്ട് വഴക്കുണ്ടാക്കി ഇറങ്ങേണ്ടി വന്ന ഈ രാത്രി എങ്ങോട്ട് പോവും? കയ്യില് കാശുമില്ല, ഇതുവരെ ജോലിയും ശരിയായില്ല. നീ വിഷമിക്കാതിരിക്കെ. ഓക്കേ, നാളെ തന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും റൂം ശരിയാക്കാം. എന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് മാറാം. ഡോണ്ട് വറി. ഉറപ്പാണോ? അതെ. വാ. നീ അകത്തു വാ. ഇവളെന്താ ഈ പറയുന്നേ? ശരിക്കും മക്കളെ വിട്ടുപോയ അമ്മമാരെ പറ്റി ഇങ്ങനെയായിരിക്കോ ചിന്തിക്കുന്നത്? കുഞ്ഞുനാളിൽ തന്നെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത എന്റെ 2 മക്കളുണ്ട്. അവരെ ഞാൻ ഓരോ നിമിഷം ഓർക്കാറുണ്ട്. ഇത്രയും വർഷങ്ങൾ ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ അവരെ കണ്ടെത്താനും ആയില്ല. ശരിക്കും എന്റെ മക്കളും ഇതുപോലെ എനിക്ക് എതിരായിരിക്കോ? ഇവർ രണ്ടാളും എനിക്കെതിരായ പോലെ. അബി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഐ മീൻ, നിനക്ക് നിന്റെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിട്ട് പോലും നീ നിന്റെ ഷെഡ്യൂൾ ടൈം മാറ്റി വെച്ചല്ലോ. ദാറ്റ് ഈസ് സോ സ്വീറ്റ് ഓഫ് യു. എനിക്കെങ്ങനെ വരാതിരിക്കാൻ പറ്റും? ഫോണിലൂടെ നിന്റെ ടെൻഷൻ അടിച്ചുള്ള സംസാരം കേട്ടിട്ട് ഞാൻ തന്നെ ശരിക്കും പാനിക്കായി പോയി. എനിക്ക് മനസ്സിലായി നീ എന്തോ കുഴപ്പത്തിലാണെന്ന്. പിന്നെ നമ്മൾ വെറും ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമല്ലല്ലോ. പിന്നെ ആ കോൺസേർട്ടിൽ കുറച്ച് സമയം ചെലവഴിച്ചുവെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം എത്രമാത്രം വലുതാണെന്ന് നിനക്കേനെ അറിയാലോ അല്ലേ? ഇൻഫാക്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബി, ജസ്റ്റ് എ സെക്കൻഡ്. ഇവനാണ് കിരൺ. ഇവനാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രോബ്ലം, എന്റെ സ്വന്തം അനിയൻ. എടാ, ഞാൻ വിളിച്ചപ്പോ നീ എന്നോട് പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ? അയ്യോ, എന്റെ ചേട്ട, എന്റെ ഫോൺ മഴയിൽ നനഞ്ഞു പോയിന്നേ. അതാ കോൾ ചെയ്യാൻ നീ പറ്റാത്ത. നിന്റെ ഒഴിവ് കഴിവുകളൊന്നും എന്നോട് പറയേണ്ട കിരൺ. നിനക്ക് എന്നോട് ഈ കാര്യം പറയായിരുന്നല്ലോ. ഏത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഞാൻ തന്നെ ഒന്ന് ഇറക്കിക്കൊണ്ട് വരുമായിരുന്നില്ലേ? പക്ഷെ എന്റെ ചേട്ടൻ ഞാൻ തന്നെ എല്ലാം മാനേജ് ചെയ്തു. എന്നെ കുറിച്ച് എന്താ ഒരു ചിന്ത? ജോൺ, ശരിക്കും എന്താ സംഭവിച്ചത്? ഓ, അതൊരു പെണ്ണിന്റെ കാര്യം, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ ഇറങ്ങട്ടെ. സി യു. ഹേയ് റോക്ക് സ്റ്റാർ, അവിടെ നിൽക്ക്, ഞാൻ വരുന്നു. അങ്ങനെ അങ്ങ് പോയാലോ, ഒരു പാട്ട് പോലും പാടാതെ. ഞാൻ നിന്റെ ഇത്ര വലിയ ഫാനായിട്ടും എന്നെ കാണാതെ ഓടിപ്പോവാൻ. എഴുന്നേക്ക്. ഇതെന്തായി കാണിച്ചേ? നോക്കി ഇറങ്ങണ്ടായിരുന്നു. അച്ഛൻ ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആകുന്നേ? വാവ് അമ്മേ, വാവ്, ബ്രില്യന്റ്. എന്തൊരു ഓട്ടമായിരുന്നു അമ്മ. ശരിക്കും PT ഉഷ പോലെ. അമ്മയ്ക്ക് നന്നായി അറിയാം അമ്മയുടെ കാലിന് ബലമില്ലെന്ന്. പിന്നെ എന്താവശ്യത്തിനാ ഇങ്ങനെ റേസിന് പോകുന്ന പോലെ കിടന്ന് ഓടുന്നേ? ഇതിനേക്കാൾ നല്ലത് മോളിൽ നിന്ന് താഴേക്കെങ്കിൽ ലോങ് ജമ്പ് ചാടിയാ പോരായിരുന്നു. എന്റെ കവിത ആന്റി, ചിൽ. ഷീ വോണ്ട് ഡു ഇറ്റ് അഗൈൻ. ഓക്കേ, റിലാക്സ്. എന്താ അച്ഛമ്മേ. അച്ഛമ്മയ്ക്ക് എന്തിനായിരുന്നു ഇത്രയും എക്സൈറ്റ്മെന്റ്? ഫൈൻ ഫൈൻ. അതെ, ആരെങ്കിലും ഓയിന്റ്മെന്റും ഇത്തിരി വെള്ളവും കൂടി എടുത്തോണ്ട് വരുമോ? ഓ നോ, ഈ വീട്ടിലുള്ളവരൊക്കെ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഇത്ര രാത്രിയിലെ ഈ വേഷത്തിൽ എന്നെ കണ്ടാ പിന്നെ നല്ല വഴക്ക് കേൾക്കേണ്ടി വരും. ഞാൻ എന്ത് ചെയ്യും?
ഞങ്ങളുടെ സൂപ്പർ അച്ഛമ്മ ഇനി എവിടെയാ ചികിത്സിക്കുക? എന്താ ചെയ്യുക? അച്ഛമ്മയ്ക്ക് ആങ്കിളിന് പ്രശ്നമുണ്ട്, പക്ഷെ ചികിത്സയ്ക്ക് ഒരു ഹോസ്പിറ്റലും പോകില്ല. അഥവാ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ വാശി പിടിച്ച് അവിടെ അഡ്മിറ്റ് ആവത്തുമില്ല. അഡ്മിറ്റ് ആവാനായിട്ട് അവരെ സമ്മതിക്കുകയില്ല. അല്ലേ അച്ഛമ്മേ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് ഫിസിയോ വിളിക്കാം. അപ്പൊ അതൊക്കെ ഞങ്ങൾ ആലോചിച്ചതാണ്. പക്ഷെ നല്ലൊരു ഫിസിയോ എവിടെ കിട്ടാനാ? ആളുകൾക്ക് പ്രായമാവുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കെയർ വളരെ ആവശ്യമുള്ളതല്ലേ? ഞങ്ങൾ ഇന്നാ മുംബൈയിൽ വന്നത്. ഇന്നത്തെ രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്തിട്ട് നാളെ ഏതെങ്കിലും റെന്റൽ അക്കോമഡേഷനിലേക്ക് മാറണം. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാ. മുംബൈയിലേക്ക് ജോലി അന്വേഷിച്ചു വന്നതാ. ആ രോഹിത്, എനിക്ക് ആക്ച്വലി ഒരു ഫിസിയോ അറിയാം. എന്റെ മദർലോയുടെ വീട്ടിൽ ഇപ്പൊ ഒരു PG ആയിട്ട് താമസിച്ചിരിക്കുക. വേണമെങ്കിൽ ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം. ഓ റിയലി? നിനക്ക് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ ബി? നാളെ തന്നെ ഇവിടേക്കൊന്ന് വരാനായിട്ട്. കാരണം അച്ഛമ്മയുടെ ആങ്കിളിന് ശരിക്കും നല്ല വേദനയുണ്ട്. ഓക്കെ. കവിത, ഓയിൽമെന്റ് ഒന്ന് ഇട്ടുതാ മോളെ. റൂബി, ഇവിടെ വാ. ഹായ് അബി. ഹായ്. വാട്ട്സ് അപ്പ് ബ്രോ? ഹലോ റൂ. റൂ, മുത്തശ്ശിക്ക് ഓയിൻമെന്റ് തേച്ചു കൊടുക്കും. ഞാനോ? ഞാനെന്തിനാ? ഓക്കെ. അബി, ഒരു സെക്കൻഡ്. ആന്റിയുടെ മുഖത്ത് എന്താ ഇത്രയ്ക്ക് ടെൻഷൻ? ആന്റി ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇരുന്നേ. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന് ആന്റി പറയുന്നത്? ഞാൻ ആന്റിയോട് പറഞ്ഞല്ലേ വെറുതെ ടെൻഷൻ അടിക്കല്ലേ എന്ന്. അത് ആന്റിയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. എന്റെ ആന്റി പ്രിയ മുമ്പത്തേക്കാൾ കുറച്ച് ബെറ്ററാ. പിന്നെ എന്തിനാ ആന്റി വിഷമിക്കുന്നേ? അത് നീ പറഞ്ഞായിരുന്നല്ലോ, അവക്ക് നല്ല തലവേദനയായിരുന്നു, മാറുന്നില്ലെന്ന്. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നത്. കുഞ്ഞിലെ അവക്ക് തലവേദന വരുമ്പോഴെല്ലാം ഒരു മരുന്ന് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അത് മാറാൻ വേണ്ടി ഞാൻ കടയിൽ പോയിട്ട് മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ആന്റിക്ക് ഒരു കാര്യം അറിയോ? ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് അമ്മ ആന്റി തന്നെയാ. ആ മരുന്നുണ്ടല്ലോ, അത് രാത്രി ഒരു സ്പൂൺ വീതം അവക്ക് കൊടുക്കണം. ഹായ് റോക്ക് സ്റ്റാർ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് നെറ്റിൽ കാണുമായിരുന്നു. അപ്പൊ തന്നെ മുന്നേ വന്നു. പ്രീത, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? അബിയോ, എന്ത് വിശേഷമെന്നോ? നിങ്ങൾക്ക് അറിയില്ലേ വിശേഷമൊന്നും? ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ വിശേഷമല്ല. ഒരു പ്രശ്നമില്ല. ഞാനിപ്പോ ഇവിടെ ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരിടത്തുനിന്നും റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഞാനിപ്പോ ഇവിടെ വന്നത് ശരിയായ സമയത്ത് തന്നെയാണ്. ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചിരുന്നു. പിന്നെ എന്താ, ഈ അഡ്രസ്സിലേക്ക് നാളെ നീ ഒന്ന് ചെല്ലണം. ഇത് ഓഫീസിൽ അഡ്രസ് ഒന്നുമല്ല. പിന്നെ ഈ ജോബിൽ നിനക്കൊരു പിടിവാശിക്കാരി മുത്തശ്ശിയെ പരിചരിക്കേണ്ടതായിട്ട് വരും. ജോബൊക്കെ വളരെ സിമ്പിളാണ്. ഈ ജോബ് നീ കിട്ടിയെന്ന് അങ്ങ് വിചാരിച്ചോ. ഇനി കുറച്ച് സ്മൈലൊക്കെ ആവാം. ആർ യു ഹാപ്പി നൗ? താങ്ക് യു. അബി ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ ഗാർഡിയൻ പോലെ തന്നെയാണ്. ചിലപ്പോ ഞങ്ങളെ രക്ഷിക്കും, ചിലപ്പോ ഞങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരും. എന്ത് കോയിൻസിഡൻസ് ഇത്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴൊക്കെ അബി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് അതെല്ലാം പരിഹരിച്ചു തരാറുണ്ട്. താങ്ക് യു. ഐ ലവ് മൈ റോക്ക് സ്റ്റാർ ഏഞ്ചൽ. യു നോ, ഐ കൈൻഡ് ഓഫ് നോ ദാറ്റ്. പിന്നെ എന്നെ ഇങ്ങനെ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ഈ ജോബ് എത്ര ആവശ്യമുണ്ടോ അതിനേക്കാൾ കൂടുതലായി എന്റെ ഫ്രണ്ടിന് ഒരു ഫിസിയോടെ ആവശ്യമുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നുമല്ല, പകരം എന്റെ ഫ്രണ്ടിന് നിന്റെ ആവശ്യമുള്ളത്. മനസ്സിലായോ? ശരിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അബി എന്തൊക്കെയാ ചെയ്യുന്നേ? ഈ കടപ്പാടുകളൊക്കെ ഞാൻ എന്ത് കടപ്പാടോ? നോക്ക്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഒരു കടപ്പാടിന് വേണ്ടിയിട്ടുമല്ല. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല. നിങ്ങൾ രണ്ടാളോടും എനിക്ക് എന്തോ ഒരു ബന്ധം തോന്നുന്നു, എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ. യു നോ വാട്ട് ആന്റി? ഇവൻ ഇങ്ങനെയാ, എല്ലാവരും സഹായിക്കും, പക്ഷെ ആരും ഇവനെ പുകഴ്ത്തുന്നത് ഇഷ്ടമല്ല. ബൈ ദ വേ റോക്ക് സ്റ്റാർ, തനുവിന് സുഖാണോ? എനിക്ക് അവളുടെ സ്റ്റൈൽ ഒത്തിരി ഇഷ്ടമാണ്. ബൈ ദ വേ. പിന്നെ അബി, പ്രിയക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഷീസ് ബെറ്റർ നൗ. ഇതിൽ നിന്നൊരു സ്പൂൺ നീ അവക്ക് കഴിക്കാൻ കൊടുക്കണം. രാവിലെ ആവുമ്പോ എല്ലാം ശരിയാകും. ആന്റി വെറുതെ ടെൻഷനൊന്നും വേണ്ട. രാത്രി ആവട്ടെ, അവക്ക് ഇതിൽ നിന്നൊരു സ്പൂൺ കൊടുത്തോളാം. രാവിലെ എഴുന്നേറ്റ ഉടനെ ആന്റിയെ വിളിക്കാനും പറയാം. എന്താ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ശ്രദ്ധിച്ചു പോയിക്കോ. എന്നാ പിന്നെ ശരി. ബൈ ഗേൾസ്. ബൈ. പിന്നെ പ്രീത, രാവിലെ കറക്റ്റ് സമയത്തിന് എത്തണേ. എത്തിയേക്കാം. അവരുടെ വീട്ടിലേക്ക്. ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി. ഓൾറൈറ്റ് റോക്ക് സ്റ്റാർ ഗാർഡിയൻ ഏഞ്ചൽ, ചേച്ചി ഉറപ്പായിട്ട് എത്തിക്കോളൂ. ബൈ. ബൈ.
ചേച്ചി കൃത്യസമയത്ത് തന്നെ ചെല്ലണേ. അത് നീ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. മാറ്, ഞാൻ പോവാ. മിസ്റ്റർ വർമ്മ, ഐ തിങ്ക് ഇറ്റ് ഇസ് പ്രിറ്റി ഇൻട്രസ്റ്റിംഗ്. അതുപോലെ മിസ്റ്റർ വർമ്മ, താങ്കൾക്ക് ഇത് നമ്മുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുമെന്ന് തോന്നില്ലേ? യാ, ഓൾ റൈറ്റ്. ബൈ ബൈ ബൈ. ഗിരീഷ്, ഗിരീഷ്, ഇത് എവിടെ പോയി കിടക്കുക നീ? മന്ദബുദ്ധി. എനിക്കറിയാമായിരുന്നു രോഹിത്തിന്റെ ഡ്രിങ്ക്സിൽ എപ്പോഴത്തെയും പോലെ ചിയാ സീഡ്സ് ഇടാൻ ഇവ മറന്നു പോവെന്ന്. ഇവനെ കൊണ്ട് തോറ്റു. നീ പറ, ഇത്രയും വേഗം നീ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ എവിടെയാ പോകുന്നതെന്ന്? നിനക്ക് വേണ്ടിക്കാന്നല്ല അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കരീന ആന്റി ചിൽ. പുറത്താരോ കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ അവരെ കാണാൻ പോവാണ്. എന്നിട്ട് വേഗം വരണേ നീ. ഹായ് കോച്ച്. ഗുഡ് മോർണിംഗ് മാം. ഒരു ഗുഡ് മോർണിംഗ് ആരം വന്നേക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ജോലിയും കളഞ്ഞിട്ട് നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഈ വീട്ടിലെ ഡ്യൂട്ടീസ് മിസ് ചെയ്യുന്നവരെ ഈ കരീന ഡിസ്മിസ് ചെയ്യുന്നതായിരിക്കും. യു ഗെറ്റ് ഇറ്റ്? സോറി മാം. പോയി ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പ്. പിന്നെ നിക്ക്, എന്റെ ആ മേക്കപ്പ് അസിസ്റ്റന്റ് വരേണ്ടതായിരുന്നല്ലോ, വന്നില്ലേ അവര്? മാഡം, അവൾ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞു. അത് എനിക്കും അറിയാവുന്ന കാര്യം. നീ ഇത് പറ, നീ ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? ആരതി ഒഴിയാൻ താലം തയ്യാറാക്കുമായിരുന്നോ അവള് വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടി? അല്ല മാം, അവൾ വരാനായി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. കരീന ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ഞാനിപ്പോ തന്നെ കോൾ ചെയ്യാം. നോക്ക്, അവള് വരുമ്പോ എന്റെ റൂമിലേക്ക് പറഞ്ഞുവിട്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ശരി മാം. എത്ര വലിയ വീടാ! എനിക്ക് വീട് മാറിയിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, നീ വരാൻ എത്ര വൈകി? എന്താ താമസിച്ചെന്നോ? ഇല്ല, ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയത്. ചിലപ്പോ 2 മിനിറ്റ് ലേറ്റ് ആയി കാണും. അതെ, നിനക്ക് ഈ വീട്ടിൽ അലിഖിത നിയമം അറിയത്തില്ലേ? ഇവിടെ ബോസ് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല, സ്റ്റാഫ് മാത്രമേ വെയിറ്റ് ചെയ്യാറുള്ളൂ. ഞാനിത് ഏത് സ്ഥലത്താ വന്ന് പെട്ടത്? ഇനിയും നീ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെല്, അങ്ങോട്ട് നിന്ന് നിന്റെ ജോലി തുടങ്ങ. ഓ, എന്റെ പേഷ്യന്റ് അവിടെയാണുള്ളത്. താങ്ക് യു. പേഷ്യന്റ്? എത്തിയോ നീ? എനിക്ക് ലേറ്റ് ആയിട്ട് വരുന്ന ആളുകളെ ഒട്ടും ഇഷ്ടമല്ല. എനിവേയ്സ്, വരൂ, എന്റെ ഫേസ് മസാജ് ചെയ്യൂ. ഞാനൊന്ന് നോക്കട്ടെ നിനക്ക് ഇതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന്. ഇവരെന്താ ഈ പറയുന്നേ? ഫേസ് മസാജ് ചെയ്ത ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കഴിവ് ഇവരെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇത് ഫിസിയോതെറാപ്പിയുടെ ഏത് ടെസ്റ്റാ? ഈ പണക്കാരുടെയൊക്കെ രീതി വളരെ വിചിത്രം തന്നെയാ. ഇപ്പൊ എന്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പൊ എനിക്കൊരു ജോലി വളരെ അത്യാവശ്യം. കമോൺ പ്രീത. എന്താലോചിച്ച് നിക്കുക? ഇനി തേങ്ങ ഉടച്ച് മുഹൂർത്തം നോക്കിയ നീ തുടങ്ങുള്ളോ? ഒന്ന് തുടങ്ങൂ. നൈസ്. കൈയും വിരലും ഒക്കെ നന്നായി പ്രയോഗിക്കാൻ അറിയാം നിനക്ക്. അതെ, അതാണ് എന്റെ പ്രത്യേകത. ആരുടെ എല്ലാണെങ്കിലും ഞാൻ സെറ്റാക്കി കൊടുക്കും. എല്ലുകൾ? ഒരു മിനിറ്റ്, എല്ലുകളും നിന്റെ ജോലിയുമായി എന്താ ബന്ധം? കാരണം ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലേ. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് എല്ലുകളുമായിട്ടല്ലെങ്കിൽ പിന്നെ മറ്റെന്തുമായിട്ട് ബന്ധം? ഫിസിയോതെറാപ്പിസ്റ്റ്? പിന്നെന്തിനാ നീ എന്റെ ഫേസ് മസാജ് ചെയ്തത്? മാഡം അല്ലേ പറഞ്ഞത് മസാജ് ചെയ്താലേ എന്റെ കഴിവിനെ വിലയിരുത്താൻ പറ്റുമെന്ന്. ഒരു മിനിറ്റ്, സത്യം പറഞ്ഞോ നീ ആരാണ്, എന്തിനാ ഇവിടെ വന്നതെന്ന്? ഇവിടേക്ക് എന്നെ റോക്ക് സ്റ്റാർ അഭി അയച്ചത്. മാഡം ആണോ അഭി പറഞ്ഞ മുത്തശ്ശി, അതായത് ഫിസിയോതെറാപ്പി ആവശ്യമുള്ളയാള്? നീ എന്താ പറഞ്ഞേ? മുത്തശ്ശി? അത് ഞാൻ? എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ മുത്തശ്ശിയാന്ന്? നീ എന്താ ഉദ്ദേശിച്ചേ? ഐ മീൻ സീരിയസ്ലി? എനിവേസ്, നീ ഇപ്പൊ പറഞ്ഞ ആ പേഷ്യന്റ് ഉണ്ടല്ലോ, അവര് ഈ വീട്ടിലെ മുത്തശ്ശിയാ. ഓക്കെ, അവരങ്ങ് മുകളിലാ. അപ്പൊ ഞാൻ എന്റെ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോയിക്കോട്ടെ? ഷുവർ. സ്റ്റെപ്പ് കയറി മുകളിൽ പോകൂ, റൈറ്റ് തിരിയൂ, സെക്കൻഡ് ലെഫ്റ്റിലുള്ള മുറി. പോകൂ, പോയി ചെക്ക് ചെയ്യൂ നിന്റെ പേഷ്യന്റിനെ. ഓക്കെ. ഇവള് മുത്തശ്ശി എന്ത് ചെക്ക് ചെയ്യാനാ? ചിലപ്പോ മുത്തശ്ശി ഇവളെ ആദ്യം തന്നെ ചെക്കൗട്ട് ചെയ്യും. മുത്തശ്ശി ഹേറ്റ്സ് ഫിസിയോ. അവളെന്താ എന്നെ വിളിച്ചേ? വട്ടുള്ള മുത്തശ്ശീന്ന്. കരീനയെ വട്ടുള്ള മുത്തശ്ശീന്ന് വിളിക്കുന്നു. ഐ മീൻ സീരിയസ്ലി. എനിക്കിപ്പോ തോന്നുന്നത് ഇവളെ കിക്ക് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്തേക്ക് എറിയണമെന്നാ.
പിന്നെ അതിലും നല്ല കാര്യം മുത്തശ്ശി എന്നതങ്ങ് ചെയ്താലോ? That will be so much fun. എന്റെ പേഷ്യന്റ് ഇവിടെ എവിടെയാണാവോ ഉള്ളത് അറിയില്ല. ഇനി ആ മുത്തശ്ശിയുടെ സ്വഭാവം എങ്ങനെയാണാവോ? ദൈവമേ, നല്ല രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണേ. താഴെ കണ്ട ആന്റിക്ക് എന്തൊരു മരണ സ്വഭാവമായിരുന്നു. ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണാവോ പോകേണ്ടത്? റൈറ്റ് ആണോ അതോ ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇനിയെങ്ങാനും മുത്തശ്ശി താഴെ പോയി കാണുമോ? എന്നാ താഴെ പോയി നോക്കാം. ടവൽ നീ ഇവിടെ നീ എന്താ ഇവിടെ ചെയ്യുന്ന? അത് അറിഞ്ഞിട്ട് എന്തിനാ മിണ്ടരുത്. നീ എന്താ ഇവിടെ ചെയ്യുന്നെന്ന് ആദ്യം നീ പറ. നീ ഇവിടെ എന്ത് ചെയ്യുവാ? ആദ്യം നീ ഇതിന് ഉത്തരം പറയൂ. എന്തേ അങ്ങനെ പറയണമെന്ന് വല്ല നിയമമുണ്ടോ? നിർബന്ധമുണ്ട് എനിക്ക്. കാരണം ഇത് എന്റെ റൂമാണ്. ഇത് നിന്റെ മുറിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാ? നിന്റെ മുറിയോ? ഞാൻ ഇവിടെ നിന്നെ കാണാൻ വന്നതൊന്നും അല്ല. ഒരു മിനിറ്റ്. എനിക്ക് നിന്റെ ഒരു വർത്തമാനം കേൾക്കണ്ട, ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ഇത് എന്റെ മുറിയാണ്. പിന്നെ ഐ വാസ് റൈറ്റ്. നീ ഒരു സൈക്കോ ആണ്. നീ അറിഞ്ഞുകൊണ്ട ഇതൊക്കെ? നിനക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ വെച്ചോ. ഞാനിപ്പോ എന്താ ചെയ്തേ? ഓഹോ, നീ വളരെ ഇന്നസെന്റ് അല്ലേ? ഞാൻ എന്താ ചെയ്തേന്നോ? നീ സൈക്കോ പെണ്ണിനെ പോലെ എന്റെ വീട്ടിൽ കടന്നു കയറി. എനിക്ക് നീ എന്തിനാ ഇവിടെ വന്നെന്ന് അറിയേണ്ട കാര്യമല്ല. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ആ പിന്നെ ഒരു കാര്യം കൂടി. നീ ചെയ്ത തെറ്റിനുണ്ടല്ലോ ഒരു മാപ്പുമില്ല, ഒരിക്കലുമില്ല. മറ്റ് സൈക്കോ പെമ്പിളരാരും എന്നെ ഈ സൂട്ടിൽ കണ്ടിട്ടേ ഇല്ല. പക്ഷെ നീ ആ തെറ്റാ ചെയ്തേ. നോട്ട് ഡൺ. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ഇവിടെ പോലീസ് കളിക്കാൻ വല്ലാണ്ട് ഇഷ്ടമല്ലേ? എന്നാ ശരി, ഇന്ന് പോലീസിനെ ഞാൻ തന്നെ വിളിക്കാൻ പോവാ. എന്നെ അന്ന് സാനിയെ രക്ഷിച്ചത്. പക്ഷെ നിന്നെ ഇന്ന് ആരെ രക്ഷിക്കാൻ പോന്നെ? പക്ഷേ നോക്ക്, ഞാൻ ഇവിടെ നിന്നെ കാണാൻ വന്നതൊന്നും അല്ല. ഞാൻ ഈ വീട്ടിലെ മുത്തശ്ശിയെ കാണാൻ വന്നതാ. ഞാൻ സൈക്കോ ഒന്നും അല്ല, ഫിസിയോ ആണ്. ഹലോ, സൈക്കോയും ഫിസിയോയും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് അറിയില്ലേ? പോലീസ് സ്റ്റേഷൻ, കിരൺ നമ്പ്യാരാ സംസാരിക്കുന്നത്. എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാ പോലീസ് ഇടപെടേണ്ട വിഷയമാ. ഒരു പെണ്ണെന്റെ വീട്ടിൽ കടന്നു കയറി. എന്നിട്ട് എന്റെ മാനം. What the hell? തെമ്മാടി, എന്തൊരു വൃത്തികെട്ട സ്വഭാവാ. എങ്ങനെയാ ഇത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നേ? അല്ല, നിന്റെ യഥാർത്ഥ സ്വഭാവം അതാണല്ലോ. സ്ത്രീകളുടെ മാനം നിനക്കൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ടാ ഇത്രയും തരം താഴ്ന്ന വർത്തമാനം നിന്റെ വായിന്ന് വരുന്നേ. യു നോ, യു ആർ വെരി ഡിസ്കസ്റ്റിംഗ്. ആ പിന്നെ ഒരു കാര്യം, എനിക്ക് നിന്നെ കാണാനോ സംസാരിക്കാനോ ഒരു താല്പര്യമില്ല. ദൈവത്തെ ഓർത്ത് ഈ തിരുമുഖേനെ കാണിക്കാതിരുന്നാ മതി. നിന്റെ പ്രഭാഷണം കഴിഞ്ഞായിരുന്നോ? ഇനി ഞാൻ എന്റെ ഡ്രസ് ഒന്ന് ഇട്ടോട്ടെ. ഐ എം ഫീലിംഗ് അൺകംഫർട്ടബിൾ. പിന്നെ നിനക്ക് എന്റെ ബോഡി ഇഷ്ടപ്പെട്ടായിരുന്നോ? ലിസൺ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക. സെൽഫി എടുത്താലോ?